പ്രിയമുള്ളവരെ, നമ്മൾ ഓശാന വിളികളോട് ചേർന്ന് വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ. അതിനാൽ ഈ വിശുദ്ധ വാരത്തിലേക്ക്, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങേയറ്റം വിശുദ്ധീകരിക്കപ്പെട്ടൊരു മനസ്സോടുകൂടി ഒരുങ്ങി നല്ല ഒരു കുമ്പസാരമൊക്കെ നടത്തി വിശുദ്ധിയോടെ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ വിശുദ്ധ വാരത്തിൻ്റെ കൃപകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതമായി അനുഗ്രഹമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ധ്യാനം ഈ വിശുദ്ധ വാരത്തിൽ നമുക്കൊരു കൃപയുടെ അനുഗ്രഹത്തിൻ്റെ വഴിയായിട്ട് മാറട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശു ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശമാണ്. യേശു ജെറുസലേമിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് 19-ാം അധ്യായം, ഇതാ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് യേശു വരുന്നു. അവിടെ യേശു പറയുന്നൊരു വചനമുണ്ട്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് 19-ാം അധ്യായത്തിൽ ആണ് നമുക്കറിയാം ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം പ്രിയപ്പെട്ടവരെ ലൂക്ക രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ലൂക്ക ഇത് രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം പ്രവചനം അവിടെയുണ്ട്. സിയോൻ പുത്രിയോട് പറയുക, നിൻ്റെ രാജാവ് വരുന്നു, കഴുതിയുടെ പുറത്ത്. പ്രവചനമുണ്ട്. നമുക്ക് സങ്കീർത്തനം 118-26 മുതൽ വചനങ്ങൾ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ദേവാലയത്തിലേക്ക് നീങ്ങുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. അതാണ് സങ്കീർത്തനം പറയുന്നത്. മരച്ചില്ലകളേന്തി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുക, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുക, ബലിപീഠത്തിലേക്ക് നീങ്ങുക. ഇത്രയും കാര്യങ്ങൾ സങ്കീർത്തനം പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം ചെയ്യുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുക. നമുക്കറിയാം, ഇത് ഈ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പ്രിയപ്പെട്ടവരെ ഇതുണ്ട്. നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഓശാനയിൽ, അല്ലെങ്കിൽ ഇന്ന് പങ്കെടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം മരച്ചില്ലകൾ, ഒന്നില്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല, അല്ലെങ്കിൽ ഒലിവിൻ്റെ ഇല, അല്ലെങ്കിൽ പാം ലീവ്സ്. ഇങ്ങനെ നമുക്കറിയാം നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ ലഭ്യമായ രീതികളനുസരിച്ച് എല്ലാ ഇടങ്ങളിലും തന്നെ നമുക്കറിയാം ജനം മരച്ചില്ലകളേന്തി അല്ലെങ്കിൽ ഓല കൈകളിലെടുത്ത് ഇതാ എങ്ങനെയാണ് പോകുന്നത്. ദേവാലയത്തിൻ്റെ പുറത്താണ് ഒരു പീഠം ക്രമീകരിക്കുന്നത്. ആ പീഠത്തിൽ നിന്ന് എങ്ങോട്ട് വരുന്നു, ആ പീഠത്തിൽ നിന്ന് ഇതാ ദേവാലയത്തിൻ്റെ വാതിൽക്കലെത്തുന്നു. ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്നുള്ള പ്രാർത്ഥനകളും പാട്ടുകളും കേൾക്കുന്നു. വാതിൽ തുറക്കപ്പെടുന്നു, ബലിപീഠത്തെ ലക്ഷ്യമാക്കി പോകുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഇപ്പം നമ്മളുടെ ഇവിടെ ഓലയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഓല എടുത്തുകൊണ്ട് ജനം വിളിക്കുന്നത് ഓശാനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓശാന പാടി ബലിപീഠത്തിലേക്ക് നീങ്ങുന്നു. ബലിപീഠത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പം നമ്മൾ ഓശാനയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈശോ പറയുന്നു, ആ
കഴുതക്കുട്ടികളെ, കഴുതക്കുഞ്ഞിനെ, ആരും കയറാത്ത, ഇതുവരെയും ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ അവിടെ അതിൻ്റെ തള്ളയെക്കുറിച്ച് കൂടി മത്തായി പറയുന്നുണ്ട്. എന്നാൽ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരിക, ആരും കയറിയിട്ടില്ലാത്ത, നമുക്കറിയാം. അപ്പോൾ ആരെങ്കിലും ചോദിക്കും, ഇത് വല്ലവരുടേതുമാണ്, അഴിച്ചുകൊണ്ട് അതിന് വരാൻ യേശു പറയുക എന്ന് വെച്ചാൽ അത് യേശുവിൻ്റേതോ ശിഷ്യന്മാരുടേതോ ഒന്നുമല്ല, വല്ലവരുടേതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നൊരു കാര്യം എന്താ? അവൻ ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിലുള്ളതൊന്നും അവൻ്റേതല്ല. എല്ലാം മുഴുവനും അവൻ്റേതാണ്. പക്ഷേ യേശു ലോകത്തിലുള്ളതെല്ലാം, യേശു എല്ലാം വാടകയ്ക്കെടുക്കുകയെ, അല്ലേ? സത്രത്തിൽ ഇടം കിട്ടിയില്ല, കാലിത്തൊഴുത്ത്, അല്ലേ? പഠിപ്പിക്കാൻ വേണ്ടി 2 വള്ളങ്ങൾ കണ്ടപ്പോൾ അടുപ്പിച്ചിട്ട് വല്ലവരുടെയും വള്ളത്തിലിരുന്ന് പഠിപ്പിക്കുന്നു. ഇതാ അപ്പം വർദ്ധിപ്പിക്കുന്നു, ദിവ്യകാരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 2 അപ്പം 5 അപ്പം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. തീർന്നില്ല, അവൻ കിടക്കുന്ന കല്ലറ മറ്റൊരാളിലാണ്, മറ്റൊരാൾ പണിതിട്ടതാണ്. ഇതാ ഈ കഴുതക്കുട്ടിയും അവൻ്റേതല്ല, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ടതല്ല, മറ്റൊരാളുടേതാണ്. എന്ന് വച്ചാൽ ലോകത്തിൻ്റെ മുഴുവനും അധിപൻ, എന്നാൽ ഒന്നും അവനെ ലോകത്തിൻ്റേതായിട്ട് ബന്ധിച്ചിടുന്നില്ല. ഇതാണ് ഓശാനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിലെല്ലാം വിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കുന്നവരാ, ഇതിൻ്റെ ഉടമസ്ഥർ നമ്മളല്ല എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ. 2, നമുക്കറിയാവുന്നൊരു കാര്യം, ഏറ്റവും ചെറിയ കാര്യം, അല്ലേ? ഏറ്റവും ചെറിയ കാര്യം ആണ് ഏറ്റവും നിസ്സാരമായ ബുദ്ധിയില്ലാത്ത മൃഗം. അതിനെ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിലൂടെ ദൈവത്തിന് രക്ഷാകര ചരിത്രം പൂർത്തമാക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു രക്ഷയെന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഏറ്റവും നിസ്സാരമായ കാര്യം, അല്ലേ? ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, നിസ്സാരമായ കാര്യം. പക്ഷെ അതാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം. അപ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അവിടെ അർത്ഥമാക്കുന്ന ഏറ്റവും നിസ്സാര കാര്യങ്ങളിലൂടെ ഏറ്റവും നിസ്സാരമായതിൻ്റെ വാഴ്വ് സംഭവിക്കുന്നു. ആ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുകയാണ്, ഗുരുവിന് സഞ്ചരിക്കുവാൻ കഴുതയെ വേണം, ആരും കയറിയിട്ടില്ലാത്ത കഴുത. എന്ന് വെച്ചാൽ ആരും ഇതുവരെ ചരിത്രത്തിൽ ഒരു രാജാവും ഇങ്ങനെ എഴുന്നള്ളിയിട്ടില്ല, ആരും ഇതുപോലെ ചെയ്തിട്ടില്ല, ആരും ഇങ്ങനെ ഒരു രക്ഷയുടെ വഴി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രാജാവ് അല്ലെങ്കിൽ രക്ഷിക്കാൻ വരുന്നു, അവരുടെ മനസ്സിൽ രക്ഷകനെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്. നമ്മളുടെ സങ്കല്പത്തിലുള്ളതല്ല ദൈവം ഒരുക്കുന്ന രക്ഷ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓശാന നൽകുന്ന പാഠം അതാണ്. ഏറ്റവും ചെറുത് പോലും, ഏറ്റവും നിസ്സാരമായ നമ്മുടെ സമർപ്പണങ്ങൾ പോലും ദൈവത്തിന് ആവശ്യമുണ്ട്. ഏറ്റവും നിസ്സാരമായതിൻ്റെ വാഴ്വ് നടക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം, അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കുക, വലിയ തുകയിടുന്ന വലിയ സമ്പന്നര്, എന്നാലൊരു പാവപ്പെട്ട വിധവ 2 ചെമ്പ് നാണയം ഇട്ടു. പക്ഷേ സുവിശേഷം യേശു എടുത്ത് വാഴ്ത്തുന്നത് അവളെയാണ്, അല്ലേ? ഒരു പെണ്ണ് ആരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവളല്ല. അവൾ വന്ന് അവൻ്റെ കാല് സുഗന്ധ തൈലം കൊണ്ട് പൂശുകയാണ്. അപ്പോൾ യേശു പറയുക, എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യം പ്രഘോഷിക്കപ്പെടണം. അപ്പോൾ നമ്മൾ ഓർക്കുക, ഏറ്റവും ചെറുതിലൂടെ നമ്മളുടെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ മദർ തെരേസയുടെയൊക്കെ ആത്മകഥയുടെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന മദർ തെരേസയുടെ ആ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ അവൻ പറയുന്നത്. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, സീലോഹായിട്ട് പോയി മുങ്ങ്, ചെറിയ കാര്യങ്ങളാണ്. നീ പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക, ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളിലൂടെ കല്ലെടുത്ത് മാറ്റ്, ചെറിയ കാര്യങ്ങളിലൂടെ രക്ഷ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമോ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അവിടെയെല്ലാം രക്ഷ വരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ യേശു കടന്നു വരികയാണ്. അപ്പോൾ യേശു കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കുക, അവർ പ്രതീക്ഷിതമായ കുതിരപ്പുറത്തല്ല, അവൻ വരുന്നത് കഴുതപ്പുറത്താണ്. നമുക്കറിയാം, കഴുതയുടെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും കഴുത ഒറ്റ ഓട്ടമൊന്നുമല്ല, കഴുത പതുക്കെ കഴുതുക. ഒരു പരിധിവരെ കഴുത ഒരുപക്ഷെ ഈ ഡയറക്ഷൻ അനുസരിച്ചൊന്നും മൂവ് ചെയ്യുന്ന ഒരു മൃഗമല്ല, കൃത്യമായി കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചൊന്നും മൂവ് ചെയ്യുന്ന. ആനയൊക്കെ നമ്മൾ കൃത്യമായി ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കും, അല്ലെങ്കിൽ കുതിര കൃത്യമായ ഡയറക്ഷനിൽ, ട്രാക്കൊക്കെ ഇട്ടാൽ ട്രാക്ക്
നമ്മൾ കുതിരയുടെ ഓട്ടമൊക്കെ കാണാൻ വേണ്ടി പന്തയത്തിന് പോയാൽ നമുക്കറിയാം, കുതിരയൊക്കെ ട്രാക്ക് ഒരു തരി പോലും മാറില്ല, വളരെ വളരെ കൃത്യമായിരിക്കും, വളരെ കൃത്യം, അത്ര കൃത്യമായിരിക്കും, മനുഷ്യനേക്കാൾ കൃത്യതയോടെ ഓടും. അപ്പോൾ അത്രയും കൃത്യമായിരിക്കും. പക്ഷെ കഴുത അങ്ങനെയല്ല, കഴുത ഇവിടെ വെച്ചാൽ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇതിനെയാണ് അവൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ശക്തമെന്ന് വിചാരിക്കുന്ന, നമ്മൾ ബുദ്ധിയെന്ന് വിചാരിക്കുന്ന, നമ്മൾ മാന്യതയെന്ന് വിചാരിക്കുന്ന ഒന്നിനെയുമല്ല അവൻ എടുക്കുന്നത്. മനുഷ്യൻ ബുദ്ധിയില്ല എന്ന് പറയുന്ന, മനുഷ്യൻ ശക്തിയില്ല എന്ന് പറയുന്ന, മനുഷ്യൻ മാന്യതയില്ല എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ അവൻ രക്ഷാകര ചരിത്രം പൂർത്തിയാക്കുന്നു. അവനാണ് ദൈവം, അവനാണ് ദൈവം. മനുഷ്യനാണ് ബാക്കിയെല്ലാം, കുതിരയെ വേണം, അവന് അത് വേണം, അല്ലെങ്കിൽ യുദ്ധം, പടക്കോപ്പ് എല്ലാം വേണം. എന്നാൽ ദൈവത്തിന് ഏറ്റവും നിസ്സാരമായ കാര്യത്തിലൂടെ രക്ഷാകര ചരിത്രം പൂർത്തിയാക്കാം. നമ്മൾ എത്ര നിസ്സാരരാണെങ്കിലും നമ്മൾ ദൈവകരങ്ങളിൽ കൊടുത്താൽ, നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ ദൈവം നമ്മളിലൂടെ രക്ഷാകര ചരിത്രം പൂർത്തിയാക്കും എന്നത് പ്രിയപ്പെട്ടവരെ സുവിശേഷം നൽകുന്ന പാഠമാണ്. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത്. സങ്കീർത്തകൻ പറയുന്നതനുസരിച്ച് ബലിപീഠം ലക്ഷ്യമാക്കി, അല്ലേ? നമ്മൾ നോർത്ത് നോക്കിക്കേ, നമ്മുടെ മനസ്സിൽ ഓശാനയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഓശാനയിൽ നമ്മൾ പ്രദക്ഷിണമായിട്ട്, അല്ലെ, പൊസഷനായിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? പോകുന്നത് ദേവാലയത്തിൻ്റെ ബലിപീഠത്തിലേക്ക് എന്ന് വെച്ചാൽ ബലിപീഠം. അപ്പം എല്ലാ സങ്കല്പങ്ങളും എന്താ? രക്ഷയുടെ സങ്കല്പം എന്താ? അവൻ പറയുന്നത് അപ്പോൾ ഓശാന രക്ഷിക്കണമേ, ഇത് കാതിലെത്തുകയാണ്. രക്ഷിക്കണമേ എന്ന ഓശാന എന്ന രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന കാതിലെത്തുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന അവൻ്റെ കാതുകളിലെത്തുമ്പോൾ അവൻ രക്ഷിക്കാൻ പോകുന്നത് ബലിപീഠം ലക്ഷ്യമാക്കിയാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ, ദൈവജനത്തിൻ്റെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ നമുക്ക് മുമ്പിലുള്ള ഉത്തരമാണ് യേശുവിൻ്റെ ബലിപീഠം. രക്ഷിക്കണമേ എന്നുള്ള ഓശാനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരമാണ് യേശുവിൻ്റെ ബലിപീഠം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓശാന വിളിക്ക്, ജനത്തിൻ്റെ കണ്ണുനീര് വീണ ഓശാന വിളിക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ബലിപീഠം. ഇത് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ രാജാവ്, യുദ്ധം ചെയ്യുന്നവൻ, യുദ്ധവീരനായിട്ട് വരുന്നവൻ, ഇതാണ് അവരുടെ സങ്കല്പത്തിലെ രാജാവ്, അവരുടെ സങ്കല്പത്തിലെ രക്ഷകൻ, അതാണ്. എന്നാൽ യേശു എങ്ങോട്ടാണ് പോകുന്നത്? യേശു പോകുന്നത്, പ്രിയപ്പെട്ടവർ, ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെടേണ്ട. കാരണം അവർക്കറിയാം നമ്മൾക്ക് മനസ്സിലാകുകയില്ല. കാരണം ഈശോ ഇത് തിരഞ്ഞെടുക്കുന്നതെന്നാ? ഈശോ ഓശാന തിരഞ്ഞെടുക്കുന്നതെന്നാ? ഓശാന തിരഞ്ഞെടുക്കുന്ന നിസാൻ കലണ്ടർ എന്നാ? നിസാൻ കലണ്ടർ 10-ാം തീയതി ഓശാന. 10-ാം തീയതി എന്താ പ്രത്യേകത? എന്താ നിസാൻ 10-ാം തീയതിയുടെ പ്രത്യേകത? എന്താ? കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം, കുഞ്ഞാടിനെ കാട്ടിക്കൊടുക്കുന്ന ദിവസം. എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ജനം, യഹൂദർ ഇങ്ങനെ വഴിയിൽ ക്യൂ നിന്ന് കുഞ്ഞാടിനെ മേടിക്കുന്ന ദിവസമാണ്. കുഞ്ഞാടിനെ മേടിച്ച് കയ്യിലിങ്ങനെ കുഞ്ഞാടിനെ കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പോൾ ഈ കുഞ്ഞാട് പോവുകയാണ്. കണ്ടോ, കൃത്യം. ഇത് നമുക്ക് ആ പഴയ നിയമം നമ്മുടെ തലയിലുണ്ട് എങ്കിൽ കൃത്യമാണ്. കുഞ്ഞാട് പോവുകയാണ്. കുഞ്ഞാട് സെലക്ട് ചെയ്യപ്പെടുന്ന ദിവസമാണ്. നല്ല ഊനമറ്റ, ഒരു കുറവുമില്ലാത്ത, ചതവൊന്നുമില്ലാത്ത കുഞ്ഞാട്. ആ കുഞ്ഞാട് സെലക്ട് ചെയ്യപ്പെടുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ നിസാൻ മാസം 10-ാം തീയതി. എന്ന് വെച്ചാൽ 14-ാം തീയതിക്ക് മുമ്പ് 4 ദിവസം വേണം. തിങ്കൾ, ചൊവ്വ, ബുധൻ, അടുത്ത ദിവസം നാലാമത്തെ ദിവസം എന്ത് സംഭവിക്കും? 4-ാമത്തെ ദിവസം അവസാനം, വ്യാഴം അവസാനം എന്ത് സംഭവിക്കും? പെസഹ ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, 10-ാം തീയതി എന്ന് പറയുന്നത്, 15-ാം തീയതിയാണ് ആ കുഞ്ഞാടിനെ അറുക്കുന്നത്. അപ്പോൾ ഈ 10-ാം തീയതി എന്ന് പറയുന്ന ദിവസം, നിസാൻ കലണ്ടർ 10-ാം തീയതി എന്ന ദിവസം, അന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഘോഷണം എന്താണ്? യേശു ഈ ജനത്തിൻ്റെ മധ്യത്തിലൂടെ പോകുമ്പോഴും ആ പ്രവചനം പൂർത്തിയാകുക. ഇവനാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവനാണ് പരിഹാരം, ഇവനാണ് വരാനിരിക്കുന്ന രക്ഷകൻ, ഇവനാണ് കുരിശിലൂടെ രക്ഷ പൂർത്തിയാക്കുന്നവൻ എന്നുള്ള സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രക്ഷ മുളയെടുക്കും, അവർ ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് പാടുന്നു. ഇതെല്ലാം നമ്മളോർക്ക് പഴയ നിയമം മുഴുവനും ഒറ്റ സ്ട്രക്ചറിൽ മുമ്പിലെത്തുകയാണ്. ആ ജനത്തിൻ്റെ മുമ്പിൽ ഒറ്റ സ്ട്രക്ചറിൽ, ഒറ്റ സിമ്പിളിൽ മുമ്പിലെത്തുകയാണ്. ഇതാ അവൻ ദാവീദിൽ നിന്ന് രക്ഷമുളയെടുക്കും, ദാവീദിൻ്റെ പുത്രൻ ഓശാന, അവൻ കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ജെറുസലേം ദേവാലയത്തിലാണ് ജെറുസലേം ദേവാലയത്തിലാണ് അവർ കുഞ്ഞാടിനെ മേടിച്ചു കൊണ്ടുവന്ന് ആടിനെ കെട്ടുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട്. 4 ദിവസം ആടിനെ കെട്ടിയിടും.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ യേശു പ്രഘോഷിക്കുകയാണ്. ഓശാന യേശുവിൻ്റെ പ്രഘോഷണമാണ്. യേശു കാട്ടിക്കൊടുക്കുകയാണ്, നിങ്ങൾ കാത്തിരുന്ന കുരിശിൽ സ്വയം ഇല്ലാതായി, സ്വയം കൊടുത്ത് ഇല്ലാതായി നിങ്ങൾ രക്ഷിക്കുവാൻ പോകുന്നത് ഞാനാണ് എന്ന് യേശു നടത്തുന്ന പ്രിയപ്പെട്ട യേശുവിൻ്റെ പ്രകടന പത്രികയാണ്. യേശുവിൻ്റെ രക്ഷാകരചരിത്രത്തിൻ്റെ, യേശു എന്ന രാജാവിൻ്റെ പ്രകടന പത്രികയാണ് ഓശാന. ഓശാനിൽ യേശു കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടാൻ പോകുന്നവൻ, ഇതാണ് ബലിപീഠത്തിൽ എത്തി നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടാൻ പോകുന്ന കുഞ്ഞാട് എന്ന് യേശുവെന്ന് നമുക്കറിയാം. നമ്മൾ കാണുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ വളരെ ആഘോഷമായിട്ട് കാണുന്ന വലിയ വണ്ടിയിൽ, വമ്പൻ വണ്ടിയിൽ നേതാക്കളൊക്കെ പ്രിയപ്പെട്ടവരെ പോകുന്നത് അല്ലേ. ആ നേതാക്കളൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നു. ആ നേതാക്കളൊക്കെ പോകുന്നത് കാണുന്നു. പിന്നെ നമ്മൾ അവരെ കാണണമെങ്കിൽ അടുത്ത ഒരു 5 വർഷം കഴിയണം അവരതുപോലൊരു കാഴ്ച നമുക്ക് കാണണമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വരും. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീടല്ല, അവരുടെ വീട്, നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് വന്ന് നിന്നവൻ അവൻ്റെ വീടിൻ്റെ വാതിലടച്ചിടുകയാണ്. എന്നാൽ അതല്ല, ഇവിടെ മറ്റൊരു രക്ഷകനെ കാണുകയാണ്. അവൻ ബലിപീഠത്തിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നറിയാവോ? അവൻ ഇന്ന് പോയിട്ട് പിന്നെ 5 വർഷം കഴിഞ്ഞ് വരുന്നവനല്ല. ഇന്ന് പോയിട്ട് പിന്നെ എല്ലാ ദിവസവും എൻ്റെ കൈകളിൽ എത്താൻ വേണ്ടി, എൻ്റെ കൈകളിൽ അലിയാൻ വേണ്ടി, എൻ്റെ നാവിൽ അലിയാൻ വേണ്ടി വരുന്നൊരു രാജാവ്. അപ്പം നമുക്ക് ഇതൊരു നമ്മുടെയൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഓശാനയിൽ അവൻ പ്രഖ്യാപിക്കുന്നത് എന്താ? ഞാനാണ് നിനക്ക് വേണ്ടി മരിക്കാൻ പോകുന്നവൻ, ഞാനാണ് നിനക്ക് വേണ്ടി ഇല്ലാതാകാൻ പോകുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി മുറിയപ്പെടാൻ പോകുന്നത്. അതിനാൽ യേശു ബലിപീഠത്തിലേക്ക് പോവുകയാണ്. യേശു ബലിപീഠത്തിലേക്ക് പോയി അത് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഓശാന വിളി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഓശാന വിളി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താ? പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള പരിഹാരമാണ് മുമ്പിൽ. നമ്മൾ രക്ഷിക്കണമേ എന്ന് ഒരുപാടിടങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. പല പ്രതിസന്ധികളിൽ, പല പ്രശ്നങ്ങളിൽ, പല വേദനയിൽ രക്ഷിക്കണമേ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ രക്ഷയാണ് യേശു പൂർത്തിയാക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ യേശു പൂർത്തിയാക്കുന്നത് ആ രക്ഷയാണ്. ഇത് പ്രവാചകൻ വഴി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് യേശു ഉദ്ധാനം ചെയ്ത് അവരോട് പറയുന്നത്, പ്രവാചകൻ വഴി അരുളി ചെയ്തത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. കണ്ടോ, പ്രവചനം മുഴുവനും പൂർത്തിയാവുകയാണ്. എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകാൻ പോവുകയാണ് യേശുവിൽ. ഇവനാണ് ലോകത്തിലേക്ക് വരാനിരുന്ന ഏക രക്ഷകൻ. അതിനാൽ പ്രിയപ്പെട്ടവർ, ഓശാന നമ്മളെ സംബന്ധിച്ച് ഈ യേശുവിനെ നമ്മുടെ ഏകരക്ഷകനായിട്ട് സ്വീകരിക്കുന്ന, യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് സ്വീകരിക്കുന്ന, യേശുവിൻ്റെ ബലിയുടെ പുണ്യം മുഴുവനും ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മണിക്കൂറാണ് ഓശാന. നമ്മളും ഈ മരച്ചില്ലകളേന്തി നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഓശാന പാടണം. ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവെ രക്ഷിക്കണമേ, ഇതാണ് രക്ഷക വരണമേ, യേശുവെ രക്ഷിക്കണമേ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഓശാന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട്. ഈശോ പറഞ്ഞു, നമ്മളും ഈ ഓശാന കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഏറ്റവും ചെറിയത് പോലും, അതാണ് ആ 2 ശിഷ്യന്മാർ, ആ കഴുത, അതുപോലും സുവിശേഷത്തിന് കാരണമാവുകയാണ് അല്ലേ. അതുപോലും ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാവുകയാണ്. എത്ര ചെറുതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ ഈ രക്ഷ എത്തുവാൻ ഞാൻ വഴിയാകുന്നുണ്ടോ അല്ലേ? യേശുവിൻ്റെ ഈ രക്ഷാകര ചരിത്രം പൂർണ്ണമാകുമ്പോൾ ഈ കഴുതകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവർ കൈകളിലേന്തിയ ഈ ഓല പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരുടെ പേര് പോലും പറയപ്പെടുന്നില്ല എങ്കിലും അവരുടെ പ്രവൃത്തി, ആ 2 പേര് പോയി ആ കഴുതയെ ചോദിക്കുന്നു, ആ പ്രവൃത്തി പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ ഓർക്ക്, യേശു പൂർത്തിയാക്കി. നമ്മളുടെ ചെറിയ പ്രവൃത്തികളിലൂടെ ആ രക്ഷ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളുടെ ചെറിയ പ്രവൃത്തി അത് ദൈവം അറിയുന്നുണ്ടല്ലേ. യേശു തന്നെയാണ് അവരെ അയക്കുന്നത്. അവരെ അയക്കുകയാണ് യേശു. നിങ്ങൾ ആ കഴുതകളെ കൊണ്ടുവരിക, നിങ്ങൾ ആ കഴുതകളെ അഴിച്ചു കൊണ്ടുവരിക. യേശു അയക്കുന്നു. യേശു പറയുന്നു, ആവശ്യമുണ്ടെന്ന്. ഇന്ന് ആവശ്യമില്ല എന്ന് പറയുന്ന, നിന്നെ ആവശ്യമില്ല എന്ന് പറയുന്നൊരു ലോകത്തിൽ
യേശു പറയുന്നു ഏറ്റവും ചെറുതിനെ പോലും യേശുവിന് ആവശ്യമുണ്ട്. ഏറ്റവും വലുത്, ഏറ്റവും നന്മ അതല്ല, ഏറ്റവും ചെറുതിനെ പോലും യേശുവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഈശോ. ഈ ഈശോയെ നമ്മൾ ധ്യാനിക്കണം. ഈ ഈശോയെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതിനാൽ നമ്മൾ വലുതെന്ന് പറയുന്നവരിലൂടെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ചെറുതിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ്, അല്ലേ? ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുന്ന ഒരു ചെറിയ അപ്പത്തിലാണ് ദൈവത്തിൻ്റെ ഫുൾനെസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണത ഒരു കുഞ്ഞ് അപ്പത്തിൽ. എത്ര ചെറുതിലാണ് ദൈവം വസിക്കുന്നത്. ഒരിക്കൽ ഞാൻ പോട്ടയിലായിരിക്കുമ്പോൾ, പോട്ട ബൈബിൾ കൺവെൻഷനുണ്ട്, ദേശീയ ബൈബിൾ കൺവെൻഷനാണ്. അപ്പോൾ ആ ബൈബിൾ കൺവെൻഷൻ്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ബൈബിൾ കൺവെൻഷൻ്റെ സമയത്ത് തലേ ദിവസം ബുധനാഴ്ച തുടങ്ങും, ചൊവ്വാഴ്ച ഒരു സഹോദരി, ഒരു പ്രായമായ 65 വയസ്സിനൊക്കെ മുകളിലുണ്ട്, 70 വയസ്സൊക്കെ ഉണ്ടാകും. ആ അമ്മ എൻ്റെ അടുത്ത് വന്നു, അച്ചോ ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് ഈ കൺവെൻഷനിൽ വോളണ്ടിയറാണ്. പക്ഷേ ഇത്തവണ ഈ കൺവെൻഷൻ വോളണ്ടിയേഴ്സിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും നടന്നപ്പോൾ 3 ദിവസം അതുണ്ടായിരുന്നു. വോളണ്ടിയേഴ്സിന് വേണ്ടി പ്രാർത്ഥനയും ധ്യാനവും. എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ കാല് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അച്ഛൻ എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്ക് ആ വോളണ്ടിയറുടെ ബാഡ്ജ് തരണം. അപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഈ വോളണ്ടിയേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ധ്യാനവും കൂടിയാലേ കൺവെൻഷൻ വോളണ്ടിയർ ആകാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി ധ്യാനം കൂടാത്തതുകൊണ്ട് മാത്രമല്ല, ഇത്രയും പ്രായമായില്ലേ, ഇനി ധ്യാനം കൂടിയപ്പോൾ എന്തിനാ വോളണ്ടിയറൊക്കെ ആയിട്ട്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ചോ ഇത്രയും വർഷം അച്ഛനറിയാവോ, ഞാൻ ഒരു ദിവസം 9 ജപമാല ചൊല്ലി ഈ വോളണ്ടിയർ ആകാൻ വേണ്ടി കൺവെൻഷൻ അനൗൺസ് ചെയ്യുന്ന അന്ന് മുതൽ 9 ജപമാല ചൊല്ലി ഒരുങ്ങും. രണ്ടാമത്തെ കാര്യം അച്ഛനറിയാവോ, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ 9 ദിവസമായിട്ട് ഞാൻ ഈ കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും നാളായിട്ട് ജപമാല ചൊല്ലി ഒരുങ്ങുന്നു, 9 ദിവസമായിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ കഴിഞ്ഞ 27 വർഷങ്ങൾ എന്ത് ജോലിയായി കൺവെൻഷന് ചെയ്തത്? അതച്ചോ ഈ കൺവെൻഷന് ബ്രെഡും കരിങ്ങാലി വെള്ളവും കുടിക്കുകയല്ലേ, ഈ കരിങ്ങാലി വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് കഴുകി വയ്ക്കുന്നതായിരുന്നു എൻ്റെ ശുശ്രൂഷ. ഈ അമ്മയുടെ മുമ്പിൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ആ വോളണ്ടിയറിൻ്റെ ബാഡ്ജ് എഴുതി കൊടുക്കുക. കാരണം ഈ കൺവെൻഷനിൽ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഉപവാസം എടുത്തിട്ടില്ല, ഞാൻ 2 ജപമാല പോലും മര്യാദയ്ക്ക് ചൊല്ലിയിട്ടില്ല. പക്ഷേ ഗ്ലാസ് കഴുകുന്ന, കൺവെൻഷനിൽ ആരൊക്കെയോ കുടിച്ച ഗ്ലാസ് കഴുകുന്നവർ ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ആ ഗ്ലാസ് കഴുകുക എന്ന ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി 9 ദിവസം ഉപവാസം, അത് കഴുകാൻ വേണ്ടി, ആ ഗ്ലാസ് കഴുകാൻ വേണ്ടി, ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇത്രയും ദിവസം പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആരായിരിക്കും അവൻ്റെ മുമ്പിൽ വലുത്? ധ്യാനം പ്രസംഗിക്കുന്ന വൈദികരോ ഈ പറയുന്ന അമ്മയോ? ഈ അമ്മയിലൂടെയായിരിക്കാം ദൈവരാജ്യം. അപ്പം നമ്മൾ ഒന്നിനെയും ചെറുതായിട്ട് കാണരുത്. ഏറ്റവും ചെറുതിലൂടെ പോലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ രക്ഷ വരുന്നുണ്ട്. അതിനാൽ നമ്മൾ ഹൃദയം തുറന്ന് വിളിക്കുക ഹോശാനയെന്ന്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവനാണ്, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നവനാണ്, ആ യേശുവാണ് എനിക്കുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃപ നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്, സങ്കീർത്തനം 119, സങ്കീർത്തനം 119 94 വചനം. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അങ്ങയുടേതാണ്, ഇത് പ്രഖ്യാപിക്കണം. യേശുവേ, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന, ഓശാന, രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ആ വചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. 94, 119, 94 ആദ്യത്തെ വചനം, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ വരാൻ വേണ്ടി ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന നിമിഷങ്ങളിൽ നമ്മളും ഓശാന പാടുക. ഇതാ ബലിപീഠത്തിൽ ലക്ഷ്യമാക്കി പോകുന്ന യേശു ഈ ബലിപീഠത്തിൽ ഒരുക്കിയിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ.
അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ഓശാന പാടി നമ്മളിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ, വാനവദൂതരും പാടുന്നു പരിശുദ്ധൻ. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ, വാനവദൂതരും പാടുന്നു പരിശുദ്ധൻ. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ഓ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, യേശുവിനെ മരച്ചില്ലകളേന്തി ഓശാന പാടി എതിരേറ്റ സകല ജനതകളോടും ചേർന്ന് ഈ നിമിഷം നമുക്ക് യേശുവിനെ ഓശാന പാടി എതിരേൽക്കാം. യേശുവിനെ ഓശാന പാടി എതിരേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയേണ്ട വചനം സങ്കീർത്തനം 118:26, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചിലകളേന്തി പ്രദക്ഷിണം ചെയ്യുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. ഇതാ ബലിപീഠത്തിലേക്ക് നീങ്ങുന്ന യേശു. യേശു ബലിപീഠത്തിലേക്ക് നീങ്ങുമ്പോൾ, യേശു ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ഇതാ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു ജനക്കൂട്ടം, രക്ഷിക്കണമേ എന്ന് ആർപ്പ് വിളിക്കുന്ന ഒരു ജനക്കൂട്ടം. ഈ നിമിഷം ആ ജനത്തിൻ്റെ വികാരങ്ങളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതാ ഈ ബലിപീഠത്തിൽ അന്ന് മരച്ചില്ലകളേന്തി അവർ എതിരേറ്റ യേശു ഇതാ ഈ ബലിപീഠത്തിൽ ആ രക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു. രക്ഷിക്കണമേ എന്നുള്ള നിലവിളിക്ക് സ്വർഗം നൽകിയ ഉത്തരമാണ് വിശുദ്ധ കുർബാന. രക്ഷിക്കണമേ എന്ന നിലവിളിക്ക് ദൈവം കണ്ടെത്തിയ ഉത്തരമാണ് യേശു. രക്ഷിക്കണമേ എന്ന നിലവിളിക്ക് സ്വർഗം നൽകിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. ഇതാ ഓശാന വിളികളോട് ചേർന്ന് നമുക്കും യേശുവിനെ സ്വീകരിച്ച് ആനയിക്കാം. ഇതാ രക്ഷിക്കണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന.
യേശുവേ രക്ഷിക്കണമേ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാകട്ടെ. കാരണം വചനം പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. അതിനാൽ യേശുവേ രക്ഷിക്കണമേ എന്ന ഓശാന വിളികളോട് ചേർന്ന് നമുക്കും ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പ്രിയപ്പെട്ടവരെ, അവര് ദാവീദിന്റെ പുത്രന് ഓശാന പാടിയപ്പോൾ ഒരു വചനം കൂടി അവിടെ വരികയാണ്. യെശയ്യാ 11:1. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ഭക്തിയുടെയും ആത്മാവ്. അവൻ തൻ്റെ ഭക്തരിൽ ആനന്ദം കൊള്ളും. ഇത് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിക്കിളിർക്കും എന്ന യേശയ്യായുടെ പ്രവചനം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന്, ദാവീദിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് അവർ വിളിക്കുമ്പോൾ ഇതാ യേശുവാണ് വരാനിരിക്കുന്ന രക്ഷകൻ എന്ന പ്രവചനം പൂർത്തിയാവുകയാണ്. യേശുവാണ് എനിക്കുള്ള രക്ഷകൻ, യേശുവാണ് എനിക്കുള്ള രക്ഷ, യേശുവാണ് എനിക്കുള്ള ഉത്തരം എന്ന പ്രവചനം പൂർത്തിയാവുകയാണ്. ഇതാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ രക്ഷ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ ഉച്ചത്തിൽ ഓശാന പാടിയപ്പോൾ ആ ഓശാന യേശുവിൻ്റെ കാതുകളിലെത്തി. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നതാണ്, രക്ഷിക്കണമേ എന്നതാണ്. അവരെത്രത്തോളം അറിഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയില്ല. എന്നാൽ അവരുടെ വായിൽ നിന്ന്, അവരുടെ നിലവിളിയിൽ നിന്ന് ഓശാന എന്ന വാക്ക് ഉയർന്നു കേട്ടു. ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലും ഉയരട്ടെ ഓശാന. ഇന്ന് ഈ ഓശാനയിൽ യഹൂദനെ സംബന്ധിച്ച് പെസഹ കുഞ്ഞാടിനെ, ബലിയാകാനുള്ള കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഇതാ യേശു മുൻപിലേക്ക് വരുമ്പോൾ ഇതാണ് നിന്റെ പാപത്തിന് പരിഹാരമാകാൻ പോകുന്ന കുഞ്ഞാട് എന്ന വെളിപ്പെടുത്തലാണ് സുവിശേഷം തരുന്നത്. നമ്മളെ രക്ഷിക്കുവാൻ ഇതാ യേശുവാണ് നമ്മളെ രക്ഷിക്കുവാനുള്ള പിതാവിൻ്റെ ഉത്തരമെന്ന് ഇതാ സ്വർഗം നമ്മളോട് പറയുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് പ്രതിസന്ധിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, ഏത് പാപാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, ഏത് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഈ നിമിഷം യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ ഈശോയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എനിക്കൊരു ജീവിതത്തിൽ ഉത്തരവില്ല, ഇനി എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളുടെ മേൽ യേശുവിന്റെ രക്ഷ ഇറങ്ങുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ രക്ഷകാ, രക്ഷിക്കണേ, രക്ഷകാ, രക്ഷിക്കണേ, രക്ഷകാ, രക്ഷിക്കണേ, രക്ഷകാ, രക്ഷിക്കണേ,
രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. സ്നേഹമുള്ളവരെ, യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ 3 ദിവസം കൊണ്ട് നിങ്ങളിത് നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ഇതാ അവൻ്റെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് അത് പഴയതുപോലെയാക്കും. ഇതാ എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ വചനത്തിൽ വായിച്ചു, അവർ പ്രദക്ഷിണമായി ബലിപീഠത്തിലേക്ക് നീങ്ങി. യേശു ബലിപീഠത്തിലേക്ക് നീങ്ങുകയാണ്, യേശു ബലിയിലേക്ക് നീങ്ങുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയാകുവാൻ. വിശുദ്ധ കുർബാന യേശുവിൻ്റെ ബലിയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതാ യേശു എൻ്റെ രക്ഷ സാധ്യമാക്കി മാറ്റിയത് സ്വയം ബലിയായി തീർന്നുകൊണ്ടാണ്. യേശു എൻ്റെ രക്ഷ സാധ്യമാക്കിയത് ബലിപീഠത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ട്, ആ ബലിപീഠത്തിൽ ബലിയായി മാറിക്കൊണ്ടാണ് യേശു എൻ്റെ രക്ഷ സാധ്യമാക്കി മാറ്റിയതെങ്കിൽ, ബലിപീഠം നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം, നിന്റെ രക്ഷ ഈ ബലിപീഠത്തിലാണ്. നിന്റെ രക്ഷ യേശു പൂർത്തിയാക്കുന്നത് ഒരു ബലിയിലാണ്. നമുക്ക് യേശുവിൻ്റെ ബലിയുടെ അതിപ്രധാനമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. യേശുവിൻ്റെ ബലിയുടെ അതിപ്രധാനമായ ദിവസങ്ങളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഈ ബലിയുടെ പുണ്യം സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളെ ഓരോരുത്തരെയും ഈ ബലിപീഠത്തിൽ, ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക, ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുക. യേശു ഈ ബലിപീഠത്തിൽ ഒഴുക്കുന്ന രക്തം, യേശു ഈ ബലിപീഠത്തിൽ മുറിയപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക, ദാമ്പത്യ ജീവിതത്തെ സമർപ്പിക്കുക. ഏതെല്ലാം മേഖലയിൽ നമ്മൾ തടസ്സത്തിലും ബന്ധനത്തിലും കഴിയുന്നോ ആ മേഖലകളിൽ നിന്നെല്ലാം ദൈവം നമ്മെ മോചിപ്പിക്കട്ടെ. വചനം പറയുന്നുണ്ട്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് അവർ കോരിക്കുടിക്കും. ഇതാണ് രക്ഷയുടെ കിണർ. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ കിണർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷ പ്രാപിക്കേണ്ട മേഖല ഏതാണ്? ഏത് മേഖലയിലാണ് യേശുവിൻ്റെ രക്ഷ ഞാൻ അനുഭവിക്കേണ്ടത്? ഏത് മേഖലകളിലാണ് രക്ഷയ്ക്ക് തടസ്സം ഞാൻ കാണുന്നത്? ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു രക്ഷയുടെ അനുഭവം എൻ്റെ കുടുംബ ബന്ധങ്ങളിലില്ല, രക്ഷപ്പെടുന്നൊരു അനുഭവം എൻ്റെ ജീവിത സാഹചര്യങ്ങളിലില്ല. ഇങ്ങനെ ഒരുപാട് ബന്ധനങ്ങളിൽ നമ്മൾ കഴിയുന്നു. ഒരു പക്ഷേ തലമുറകളായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ചില പാപങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തിനെതിരായിട്ട് നമ്മൾ നീങ്ങിയ നിമിഷങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മുടെ വാക്കുവഴി, നമ്മുടെ പ്രവൃത്തി വഴി, കഴിഞ്ഞകാല ജീവിതം വഴി, തലമുറകൾ വഴി രക്ഷയ്ക്ക് തടസ്സമായി എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുവോ അതെല്ലാം ഈ നിമിഷം ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുക. ഇതാ അവൻ്റെ രക്തം വഴി സകലതും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ നിമിഷം രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും അഴിയുവാൻ വേണ്ടി യേശുവെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലിപീഠത്തോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ അഭിഷേകം, രക്ഷിക്കണമേ എന്ന നാമത്തിന്റെ അഭിഷേകം യേശുവേ ഞങ്ങളിൽ ഓരോരുത്തരിലും കടന്നു വരാൻ യേശുവേ പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 ആരാധന. നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ
സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഈശോ 2 പേരെ പറഞ്ഞയക്കുകയാണ്. 2 പേരെ യേശു അയക്കുകയാണ്. നിങ്ങൾ പറയുക, ആ കഴുതയെയും കഴുതക്കുട്ടിയെയും ആ കഴുതക്കുട്ടിയെ ആരും ഇതുവരെ കയറാത്ത അതിനെ അഴിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് അതിനെക്കുറിച്ച് കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ സങ്കല്പത്തിൽ രക്ഷപ്പെടുന്ന ചില വഴികളുണ്ടായിരുന്നു. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുമുണ്ട്, ഇന്ന കാര്യം സംഭവിച്ചാൽ, ഇന്നതുപോലെ സംഭവിച്ചാൽ നമുക്ക് ആ പ്രശ്നത്തിൽ രക്ഷ വരും, നമുക്ക് ചിന്തയുണ്ട്. എന്നാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു രക്ഷയല്ല യേശു കൊണ്ടുവരുന്നത്. നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ഈ പ്രശ്നത്തിൽ ഇന്നതുപോലെ നടന്നാൽ, ഈ കാര്യം ഇന്നതുപോലെ നടന്നാൽ ഞാൻ രക്ഷപ്പെടും. നമ്മളെപ്പോഴും പറയാറുള്ളത്, അതൊന്ന് നടന്നു കിട്ടിയാൽ, ആ പരീക്ഷയൊന്ന് ജയിച്ചാൽ, ആ കാര്യമൊന്ന് അതുപോലെ ശരിയായാൽ ഞാൻ രക്ഷപ്പെടും. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഏത് പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിയിൽ നമുക്കൊരു സങ്കല്പമുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന വഴി ഇതാണ്. എന്നാൽ വചനം പറയുന്നു, നമ്മളുടെ പ്രതീക്ഷയോ സങ്കല്പങ്ങളോ അല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവം പറയുന്നത്, ഇതാ എൻ്റെ ചിന്ത നിങ്ങളുടേത് പോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വ്യത്യസ്തമാണ്. നമ്മളുടെ രക്ഷയുടെ സങ്കല്പമല്ല അവരുടെ സങ്കല്പം. യുദ്ധം ചെയ്യുന്നൊരു രാജാവ്, കുതിരപ്പുറത്ത് വരുന്നവൻ, വാളുമായിട്ട് വരുന്നവൻ, ഒരു വലിയ സൈന്യവുമായിട്ട് വരുന്നവൻ, ഇങ്ങനെ രക്ഷയുടെ സങ്കല്പങ്ങൾ ഒരുപാട് വിഭിന്നമായിരുന്നു. എന്നാൽ കഴുതപ്പുറത്ത് അവൻ വരുന്നു. ഇതാ അവൻ ബലിയാകുന്നു. രക്ഷയുടെ സങ്കല്പങ്ങളെല്ലാം തെറ്റുന്നു. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവമേ, ഞങ്ങളുടെ തീരുമാനങ്ങളോ സങ്കല്പങ്ങളോ അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ് അനുഗ്രഹമാകുന്നത്. നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും ചെറുതുപോലും ആവശ്യമാവുകയാണ്. ഏറ്റവും ചെറുതുപോലും ദൈവരാജ്യത്തിന് രക്ഷാകര ഇടപെടലിന് കാരണമാവുകയാണ്. അതാണ് യേശു കാണിച്ചു തരുന്നത്. ഇതാ യേശു ജനിക്കുന്നത് കാലിത്തൊഴുത്തിൽ, യേശു വചനം പ്രസംഗിക്കുന്നത് മറ്റൊരാളുടെ വഞ്ചിയിൽ നിന്ന്, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് അപ്പം കടം മേടിച്ചുകൊണ്ട്, യേശു കല്ലറയിൽ അടക്കപ്പെടുന്നത് മറ്റൊരാളുടെ കല്ലറയിൽ, യേശു യാത്ര ചെയ്യുന്നത് മറ്റൊരാളുടെ കഴുതപ്പുറത്ത്. എല്ലാത്തിൻ്റെയും ഉടയവൻ പ്രിയപ്പെട്ടവരെ ഒന്നിൻ്റെയും കീഴിലാകുന്നില്ല. ഇതാണ്, ഒന്നിൻ്റെയും കീഴിലല്ല അവൻ ദൈവത്തിൻ്റെ മാത്രം കീഴിലാണ്. നമ്മൾ പലതിൻ്റെയും കീഴിലാണ്, ഈ ലോകത്തെ പല കാര്യങ്ങളുടെയും കീഴിലാണ് നമ്മൾ. എന്നാൽ ഈശോ പറയുന്നു, ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ മാത്രമാവുക, ദൈവത്തിൻ്റെ പരിപാലനയുടെ കീഴിൽ മാത്രമാവുക. നീ നിൻ്റെ ജീവിതത്തെ കാണേണ്ടത് നിൻ്റെ സമ്പത്തിൻ്റെ കീഴിലല്ല, നിൻ്റെ ജോലിയുടെ കീഴിലല്ല. നീ നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കാണേണ്ടത് നിൻ്റെ ബന്ധങ്ങളുടെ കീഴിലല്ല. നീ നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കാണേണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയുടെ കീഴിലാണ്. ഏറ്റവും ചെറിയ കാര്യത്തിൽ കൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ സംഭവം ഒരുക്കാം. ഇതാ ആ കഴുത, ആ അയക്കപ്പെടുന്ന 2 ശിഷ്യന്മാർ, ഇവരെല്ലാവരും അവരുടെ റോള്, അവരുടെ ഉത്തരവാദിത്തം, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറ്റുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എത്ര ചെറിയവരാണെങ്കിലും, എത്ര വില കുറഞ്ഞവരാണെങ്കിലും നമുക്ക് വിലയുണ്ടെന്ന്, നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്, നമ്മൾ രക്ഷാകര ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. അതിനാൽ എന്നിലൂടെ നിറവേറേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നിലൂടെ ഒരു പക്ഷേ ഞാനൊരു രോഗക്കിടക്കയിലായിരിക്കാം, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. എങ്കിലും എന്നെ യേശുവിൻ്റെ രക്ഷയോട് ചേർത്ത് വയ്ക്ക്. ഇങ്ങനെ പ്രാർത്ഥിക്ക്, യേശുവേ, നിൻ്റെ രക്ഷയുടെ ഒരു ചെറിയ ഉപകരണമാക്കി എന്നെ മാറ്റണമേ.
ആ കഴുതയെ നീ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുപോലെ, ആ 2 ശിഷ്യന്മാരെ നീ അയച്ചതുപോലെ, യേശുവേ നിന്റെ രക്ഷയുടെ ചെറിയ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ ഞാൻ രക്ഷയുടെ ഒരു വഴിയായിട്ട് മാറട്ടെ. നമുക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുവിൻ്റെ രക്ഷയോട്, യേശുവിൻ്റെ ദൈവരാജ്യത്തോട് ചേർത്ത് യേശുവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നീ ഏറ്റെടുത്ത് ഞങ്ങൾ ആവശ്യമുള്ളവരാക്കി മാറ്റണമേ. ദൈവരാജ്യത്തിന് ആവശ്യമുള്ള ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയെ മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ഭരണം, യേശുവിൻ്റെ രാജ്യം, യേശുവിൻ്റെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിൻ രക്ഷ നൽകിടണേ നാഥ, നിൻ രക്ഷ നൽകിടണേ. നിൻ രക്ഷ നൽകിടണേ നാഥ, നിൻ രക്ഷ നൽകിടണേ. നിൻ രക്ഷ നൽകിടണേ നാഥ, നിൻ രക്ഷ നൽകിടണേ. യേശു ബലിപീഠത്തിലാണ് നമ്മുടെ രക്ഷ പൂർത്തിയാക്കിയത്. ഇതാ നമ്മൾ ഈ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. ആ യേശു ആഗ്രഹിക്കുന്നില്ല ഒരു അശുദ്ധിയും നമ്മളിൽ കാണുവാൻ. നമ്മളെ വിശുദ്ധീകരിക്കുക. അതിനാൽ നല്ലൊരു കുമ്പസാരം നടത്തി നമ്മൾ എന്തായിട്ട് മാറണം? സങ്കീർത്തനം 119:94 ആദ്യത്തെ വചനമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്. സങ്കീർത്തനം 119:94 ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. 2 വചനമാണ്. ഒന്ന്, ഞാൻ അങ്ങയുടേതാണ്. ഇത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഈ വിശുദ്ധവാരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുക, എൻ്റെ കുടുംബം യേശുവിൻ്റേതാണ്, ഞാൻ അങ്ങയുടേതാണ്. ഇതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഞാൻ അങ്ങയുടേതാണ്. അപ്പോൾ യേശുവിൻ്റേതല്ലാത്തതെല്ലാം നമ്മൾ വിശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ യേശുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം കുമ്പസാരത്തിലൂടെ, അനുതാപത്തിലൂടെ വിശുദ്ധീകരിക്കണം. എന്നിട്ട് ആദ്യമേ ഞാൻ പറയണം, ഞാൻ അങ്ങയുടേതാണ്. രണ്ടാമതാണ് യേശുവിൻ്റെ ഈ രക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത്, എന്നെ രക്ഷിക്കണമേ. അതിനാൽ ഇതാണ് ഈ ആരാധനയിൽ നമ്മുടെ പ്രാർത്ഥന. ഇതാ ഞാൻ അങ്ങയുടേതാണ്. അതിനാൽ ഈ വലിയ ആഴ്ച, ഈ വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഒരുക്കത്തോടെ കുമ്പസാരിച്ച് ഞാൻ യേശുവിൻ്റേതാണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ കുടുംബവും, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുടുംബത്തോട്, ആ സഹോദരങ്ങളോട്, അയൽപക്കത്തോട് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പെല്ലാം മാറ്റി എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം യേശുവിൻ്റേതാണ് എന്നുറപ്പ് വരുത്തുക. രണ്ടാമത് ഈ ഉറപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, യേശുവെ രക്ഷിക്കണമേ. അതാണ് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വചനം. സങ്കീർത്തനം 119:94 ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. അപ്പോൾ 2 കാര്യങ്ങളാണ് ആ വചനത്തിൽ. ഒന്ന്, ഞാൻ അങ്ങയുടേതായി, ഞാൻ യേശുവിൻ്റേതായി മാറുക. 2, എന്നെ രക്ഷിക്കണമേ എന്ന് ഈ രക്ഷാകര സംഭവങ്ങളിൽ, ഈസ്റ്റർ വരെയുള്ള രക്ഷാകര സംഭവങ്ങളിൽ കണ്ണുനീരോടെ നിന്ന് പ്രാർത്ഥിക്കുക, എന്നെ രക്ഷിക്കണമേ എന്ന്. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകമുണ്ടാകുവാൻ, നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റേതായിട്ട് മാറുവാൻ, നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റേതായിട്ട് മാറിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റേതായിട്ട് മാറുമ്പോഴാണ് യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നല്ല അനുതാപത്തിലൂടെ, നല്ല സ്നേഹത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ യേശുവിൻ്റേതായിട്ട് മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും, എല്ലാ ദാമ്പത്യ ജീവിതവും, എല്ലാ സമർപ്പിത ജീവിതവും, എല്ലാ പൗരോഹിത്യ ജീവിതവും, എല്ലാ ക്രൈസ്തവ ജീവിതവും യേശുവിൻ്റേതായിട്ട് മാറട്ടെ. അതുവഴി യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ യേശുവെ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കൃപ നൽകണമേ. നല്ല അനുതാപവും നല്ല ഒരു
അനുരഞ്ജനവും സഹോദരങ്ങളുമായിട്ട് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് യേശുവെ വിശുദ്ധിയോടെ രക്ഷ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാവിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 119:94. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു.